ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ അടുക്കളയിലെ ജോലി എളുപ്പമാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. ഇതേപോലത്തെ വെളുത്തുള്ളി വാങ്ങിക്കുമ്പോൾ ചെറിയ അല്ലിയിലെ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്കത് അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രയാസം ഉണ്ടാവും. വലിയ അല്ലി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ചെറിയ ഉള്ളിൻ്റെ അല്ലിയുള്ളതൊക്കെ എളുപ്പത്തിൽ തന്നെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ആദ്യം തന്നെ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തിടുക. അത് വേഗം കഴിയും. നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോഴേക്കും അത് കഴിയും. അതിനുശേഷം ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. 1-2 മിനിറ്റ് മാത്രം അതൊന്ന് ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്ക് തന്നെ അതിൻ്റെ തൊലിയൊക്കെ നല്ല രീതിക്ക് തന്നെ കൊഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. അയൺ ബോക്സ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ അയൺ ബോക്സിനെക്കാട്ടും എനിക്ക് കൂടുതലായിട്ട് എളുപ്പത്തിൽ തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ. പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതെപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സിങ്ക് ബ്ലോക്കായി പോവാം. എന്തെങ്കിലും നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ കരടൊക്കെ കുടുങ്ങിയിട്ട് ഇങ്ങനെ ബ്ലോക്കായി പോകുന്ന സമയത്ത് അത് എളുപ്പത്തിൽ തന്നെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കുക. അതിനുശേഷം ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു സിങ്കിൻ്റെ ഈ ഒരു വെള്ളം പോകുന്ന ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് തന്നെ അതിലൂടെ വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളും. പിന്നെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതേപോലത്തെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് ബോട്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് വീണ്ടും ഇതേപോലെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തായിട്ടുള്ള ടിപ്പാണ്, മിക്സിൻ്റെ ജാറിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കുമ്പം അത് നമ്മൾ നോർമലായിട്ട് സോപ്പിട്ട് കഴുകുമ്പം പെട്ടെന്ന് പോയിന്ന് വരില്ല. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ കളർ വെള്ള കളറായിരുന്നു കേട്ടോ. ഒത്തിരി അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ 2 ജാറിൻ്റെ അകത്തേക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 5 മിനിറ്റ് നേരം ഇവരൊന്ന് സ്വതന്ത്രനാക്കി വെക്കുക കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് നോർമലായിട്ട് തന്നെ കഴുകിക്കളയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് ബ്രഷും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു ബ്രഷ് വെച്ച് നമ്മളൊന്ന് ഉരയ്ക്കുമ്പോഴേക്ക് തന്നെ അതിൻ്റെ മുകളിലുള്ളതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ കഴുകാണ്ടും അതേപോലെ ഒത്തിരി കറിയൊക്കെ പിടിച്ചെടുക്കുന്നവർക്ക് ജാറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മുടെ ദോശമാവൊക്കെ ബാക്കി വന്നാലും അതേപോലെ നല്ലോണം പുളിച്ചിട്ടുള്ള ദോശമാവൊക്കെ കളയാനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉജാല ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കുറച്ച് മതിയാവും. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വിമ്മും കൂടെ വേണം. നമ്മുടെ വിം ലിക്വിഡ് ഇല്ലേ, അത് തന്നെ എടുക്കണം കേട്ടോ. വിം ലിക്വിഡും കൂടെ ഒരു 5-6 തുള്ളിയോളം മതിയാവും. ഞാനത് 3-4 ദിവസം മുമ്പ് അടിച്ച് വെച്ച ദോശമാവായിരുന്നേ. അപ്പോൾ ഒത്തിരി പുളിച്ചു പോയി, നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇത് കളയാനും തോന്നുന്നില്ല. അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ചാനലിലാണ് കേട്ടോ ഈ ഒരു ടിപ്പ് കണ്ടിട്ടുള്ളത്. അപ്പം ഇതിൽ 3ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നാട്ടിലെ ഉപ്പ് കറിയൊക്കെ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ചിലയിടത്തിലൊക്കെ ഉണ്ടാവും ഇതേപോലെ ഉപ്പ് കറിയൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത്. നമ്മൾ അടുക്കളയിൽ ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ഉപ്പ് കറി ഉണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മളത് സോപ്പ് കൊണ്ട് കഴുകും. ഈ ഒരു വെള്ളമൊക്കെ ആറിക്കഴിഞ്ഞാലും അത് പിന്നെ അവിടെ തന്നെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ദോശമാവിൻ്റെ ഈ ഒരു മിശ്രിതം കൊണ്ട് നമ്മളിത് കഴുകുമ്പോൾ ഈ ഒരു ഉപ്പ് കറിയൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ടൈലൊക്കെ നല്ല രീതിക്ക് തന്നെ വെളുത്തും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഉജാല നമുക്ക് ഡ്രസ്സിനൊക്കെ മുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഗ്ലാസ് ആയാലും ഗ്ലാസ് ടൈപ്പ് വിൻഡോ ഒക്കെ ഉണ്ടാവില്ല, ഈ ഒരു വിൻഡോ ഒക്കെ നല്ല രീതിക്ക് തന്നെ വെളുക്കും കേട്ടോ ഈ ഒരു ഉജാല വെച്ച് ക്ലീൻ ചെയ്യുമ്പം. അതേപോലെ തന്നെയാണ് നമ്മളെ ടൈലും ഉപ്പ് കറിയൊക്കെ പിടിച്ചെടുക്കുന്ന പൈപ്പും ഒക്കെ സിങ്കൊക്കെ നല്ല രീതിക്ക് വെളുക്കും. ഹാർപ്പിക്കൊക്കെ കൊണ്ട് ഒഴിച്ചിട്ട് സിങ്കൊക്കെ കറുത്ത് പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് 3-4 വട്ടമൊക്കെ ഈ ഒരു മിശ്രിതം വെച്ച് കഴുകുമ്പം സിങ്കിന് പഴയ നിറം കിട്ടുന്നതായിട്ട് കാണാം കേട്ടോ. ഇതിൽ ഞാൻ ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് നല്ല രീതിക്ക് കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിങ്കൊക്കെ നല്ല രീതിക്ക് ഇപ്പം വെളുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഗ്യാസൊക്കെ നന്നായിട്ട് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടല്ലേ. ഈ ഒരു മിശ്രിതം വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്യാസൊക്കെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ തേച്ച് വെളുപ്പിച്ചെടുക്കുന്നവർ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല തിളക്കം ഉണ്ടാവും, സിങ്കായാലും ടൈലായാലും ഒക്കെ തന്നെ. അടുത്തായിട്ടുള്ളൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് 2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ.
ഒന്ന് നമ്മളെ മിക്സീൻ്റെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച നല്ല രീതിക്ക് തന്നെ കൂടും. അത് പിന്നെ നമ്മൾ ഈ ഒരു മിക്സീൻ്റെ ജാറിനൊക്കെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്